നമസ്കാരം, വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDP and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കനത്ത മഴയെ കാരണം കൊണ്ട് അതിൻ്റെ ഗ്യാപ്പുകളെല്ലാം മറ്റേ കോൺക്രീറ്റ് ചെയ്ത ഗ്യാപ്പുകളെല്ലാം താറെല്ലാം ഇളകിപ്പോയി. ഭയങ്കരമായ കട്ടറുകളും വാഹനങ്ങൾ പോകുമ്പോൾ ഭയങ്കര സൗണ്ടും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു വിധത്തിലാണ് ഇപ്പം നമ്മുടെ ഈ പാലം കിടക്കുന്നത്. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൊച്ചിൻ പാലത്തിൽ അപകടക്കണി. സ്ലാബുകൾക്കിടയിൽ ടാറിളകി വലിയ വിടവുകൾ. മഴ ശക്തമായതോടെ അപകട സാധ്യതയും രൂക്ഷമാകുന്നു. പൊതുമരാമത്ത് നിരത്തു വിഭാഗം അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം. കുംഭകർണ സേവ അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രക്ഷോഭമെന്നും ജനങ്ങൾ. പാലക്കാട് അത്തിക്കോടിൽ നിന്ന് നാടിനെ വല്ലാതെ നടുക്കിയ വാർത്ത. കാർ പൊട്ടിത്തെറിച്ച് 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മാരുതി 800 കാറാണ് അപകടവും ദുരന്തവും വിതച്ചത്. വീടിന് സമീപത്ത് നിർത്തിയിട്ട കാറാണ് പൊട്ടിത്തെറിച്ചത്. അത്തിക്കോട് പൂളക്കാട്ടിൽ 4 വയസ്സുകാരി എംലീന മരിയ മാർട്ടിൻ, 6 വയസ്സുള്ള ആൽഫ്രഡ് മാർട്ടിൻ എന്നിവരാണ് മരണമടഞ്ഞത്. കാറിനുള്ളിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്ന് വിലയിരുത്തൽ. മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത അവസാനിപ്പിക്കാൻ ഹരിതകർമ്മസേനയെ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. ഓരോ പഞ്ചായത്തിലും കുറഞ്ഞത് 100 MCFകൾ നിർമ്മിക്കണമെന്നും ആവശ്യം. മാലിന്യം വലിച്ചെറിയുന്നവരെ സാമൂഹ്യ വിരുദ്ധരെന്ന് വിളിക്കണമെന്നും മന്ത്രി. സംസ്ഥാനത്ത് കഴിഞ്ഞ 1 വർഷത്തിനിടെ ശേഖരിച്ചത് 66,166 ടൺ മാലിന്യമെന്നും എം.ബി. രാജേഷ്. അത്താണി മെഡിക്കൽ കോളേജ് റൂട്ടിൽ നിരന്തരം ദുരന്തക്കെണിയൊരുക്കി. വ്യവസായ കേന്ദ്രത്തിന് സമീപം തകർന്ന റോഡ്. അപകടങ്ങൾ നിത്യസംഭവമാകുമ്പോഴും റോഡ് തകർച്ചയ്ക്ക് ശാശ്വത പരിഹാരം കാണാതെ അധികൃതർ. ഭീമൻ ഗർത്തത്തിൽ വീണ് ഓട്ടോറിക്ഷ മറിഞ്ഞു. മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ സ്വകാര്യ ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. ഓട്ടോറിക്ഷ തകർന്നു, യാത്രികർക്ക് പരിക്ക്. ശ്രേയസോടെയുള്ള ജീവിതത്തിന് മനോനിയന്ത്രണം അനിവാര്യമെന്ന് ആധ്യാത്മിക പ്രഭാഷക പ്രൊഫസർ ഡോക്ടർ സരിതാ മഹേശ്വരൻ. പരമതത്വ സമീക്ഷാ സത്ര സമിതിയുടെ നേതൃത്വത്തിൽ പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ വ്യാസപ്രസാദം സത്സംഗ പരമ്പര ഭരതരഹുഗണ സംവാദത്തെ അധികരിച്ച് പഠന ക്ലാസ് നടന്നു. സമൂഹ വിഷ്ണു സഹസ്രനാമ പാരായണത്തിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങളെത്തി. അടുത്ത മാസം മുതൽ സഭാനികേതനിൽ ഭാഗവത പഠന ക്ലാസ്. സ്വന്തം കരിയർ കെട്ടിപ്പടുക്കാൻ വിദ്യാർത്ഥികൾ വ്യക്തമായ ധാരണയോടെ പ്രവർത്തിക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ. കരിയറിനെ സംബന്ധിച്ച് ചെറുപ്പത്തിൽ തന്നെ ധാരണ വെച്ചു പുലർത്തണമെന്നും കമ്മീഷണർ. ചേലക്കര നിയോജകമണ്ഡലത്തിൽ MLA-യുടെ നേതൃത്വത്തിൽ പ്രതിഭകളെ ആദരിച്ചു. ചേലക്കരയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്തു പകരാൻ കിഫ്ബി അടക്കമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും UR പ്രദീപ് MLA. പറപ്പൂർ അന്നക്കരയിൽ ബൈക്കിന് കുറുകെ നായ ചാടിയ അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ ദമ്പതികൾക്ക് പരിക്ക്. പൊന്നൂർ സ്വദേശി കണ്ണനായ്ക്കൽ വീട്ടിൽ ജോജി, ഭാര്യ അജി എന്നിവർക്കാണ് പരിക്കേറ്റത്. ആക്ട് പ്രവർത്തകർ അമലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരണ സദസ്സ്. ചാലക്കുടി പ്രസ് ഫോറം അവാർഡ് ജേതാവ് ശിവപ്രസാദ് പട്ടാമ്പിക്ക് ആദരം. മെമ്പർമാരുടെ മക്കളിൽ അക്കാദമിക് രംഗത്ത് ഉന്നത വിജയം നേടിയ അരുണിമ, അമാൻ എന്നിവർക്കും അനുമോദനം. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം. മികവ് 2025 സ്കൂൾ മുന്നേറ്റത്തിൽ പുതിയ ചരിത്രം. SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. സേവർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഉത്സവാവേശനിറവിൽ പരിപാടി. പാലക്കാട് ജില്ലയിൽ നിന്ന് നിപ്പ ആശങ്കയൊഴിയുന്നു. നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. 38-കാരിയുടെ നില ഗുരുതരമായി തുടരുന്നു. നിരീക്ഷണത്തിൽ കഴിയുന്നവർ അത് തുടരണമെന്നും അധികൃതർ. ജില്ലയിൽ രോഗം ഒരാൾക്ക് മാത്രം. പാലക്കാട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന 5 പേരുടെ ഫലം നെഗറ്റീവ്. വലിയ ആശ്വാസം.